ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ എല്ലാരും സ്മാർട്ടല്ലേ? അപ്പൊ ഞാൻ പുതിയൊരു ദിവസം തുടങ്ങിയേക്കലാണ് ഗായ്സ്. കായലിൽ വന്നപ്പോ നല്ല സമാധാനം, നല്ല രസം. ഇവിടെ ആണെങ്കിൽ നല്ലൊരു മൂടുണ്ട് കേട്ടോ. ഈ ഒരു പ്രകൃതി ഗംഭീരമായ സ്ഥലമൊക്കെ കേട്ടപ്പോ നല്ല രസം. അപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്ത സ്ഥലം ഒന്ന് കാണിച്ചാൽ കൊള്ളാന്ന് തോന്നി. അപ്പൊ നിങ്ങളെ ഞാൻ ആ സ്ഥലത്തായിട്ട് കൊണ്ടുപോകാനാന്ന് ഓർത്തിരിക്കുന്നത്. നേരെ ഈ ഡ്രസ്സ് ഒന്ന് മാറാൻ വേണ്ടി പോണാണ് ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരെ നമ്മള് അങ്ങോട്ട് പോകാൻ വേണ്ടി പോണേ. അവിടെ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണെന്ന് പറയണ. പടി വാളുവാന്നറിയാമല്ലോ, മഴ പൊടിയുന്നുണ്ട്. നേരെ നമുക്ക് വിട്ടുകൊടുക്കാട്ടാ. അപ്പൊ ഗായ്സ് ഞങ്ങളങ്ങനെ ചങ്ങരം എത്തി ഗായ്സ്. ഇതാണ് ചങ്ങരം. കഴിഞ്ഞ ദിവസം എന്നോട് ഞാനിവിടെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോ എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു ഈ സ്ഥലം എവിടെയാണെന്ന്. അതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ വണ്ടി ഒന്ന് ഇവിടെ വെച്ച് നമുക്ക് പ്രകൃതിയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു സ്ഥലമല്ലേ ഇത്? നല്ല ആകാശമൊക്കെ നോക്കിക്കേ ഗൈസ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പുഴയും കായലൊക്കെ ഉണ്ട് ഗൈസ്. നേരെ ഇവിടെ നിന്ന് നടന്ന് നേരെ ആ കായലിന്റെ വ്യൂ ഒന്ന് കാണാം. കായലിന്റെ വ്യൂ കൊള്ളാം, അത്ര ഞാൻ പറയുള്ളൂ. പക്ഷെ ഇവിടത്തെ അത്ര മനോഹരമല്ലടാ. നേരെ നമ്മൾ ബാക്കിയാണ്. അപ്പൊ ഗൈസ് നടന്ന് കായലിന്റെ അറ്റത്തോളം എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട്. എന്നത് ഇപ്പുറത്തും എല്ലായിടത്തും ഇത് തന്നെയാണ് കേട്ടത്. എല്ലായിടത്തും ഈ പുഴകൾ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞിപ്പുറത്തെ ഒരു അമ്പലം അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് പണിയെടുക്കുന്നുണ്ട്. അറ്റത്താണ് കായൽ വന്നത്. അറ്റത്ത് ഇവിടെ കൊള്ളാം, നല്ലൊരു ഫ്രെയിമാണ്. പക്ഷെ കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു കടക്കിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു ഇരുണ്ട ഒരു പ്രദേശം പോലെ ആയി പോകല്ലേ. ഇവിടെ ഒരു ചെറിയ ഒരു ഇരുണ്ട ഒരു സ്ഥലം പോലെ ആയി പോയി. അറ്റങ്ങാട്ട് വരുമ്പോ അവിടത്തെ അത്ര മനോഹരം ഇല്ലെങ്കിലും ഇതൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ. ഇതാണ് കടത്ത്. എന്നാലും ഭയങ്കര നാച്ചുറലാട്ടാ. ഫുള്ള് നാച്ചുറലാണ് കഴിച്ചത്. അതായത് നമ്മുടെ ഒരു പശുവിന്ന് പാവം രാവിലെ തന്നെ എണീറ്റ് പുല്ല് തിന്നുന്നു കേട്ടാ. അവൻ്റെ പണി തുടങ്ങി. ആ കായല് നല്ലൊരു അത്യാവശ്യം കിണ്ണം കായലല്ലേ. നല്ലൊരു ഭംഗിയുള്ളൊരു കായലാണ് ഗൈസ്. അവിടെ കമ്പോലണ്ടാ, അത് കമ്പോല എന്ന് പറയും. അവിടെയൊക്കെ കിടപ്പുണ്ട്. അവിടെയൊക്കെ ഒരുപാട് കമ്പോലയുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് ഗൈസ് ഈ ഒരു സ്ഥലം. പക്ഷെ എനിക്ക് ഇവിടത്തേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു നല്ല എന്താ പറയാ, ഒരു ഇത് പറയാനല്ല, ഒരു ചെറിയൊരു കായല്. ചുമ്മാ വലിയൊരു സ്ഥലമില്ല ഗൈസ്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് വീണ്ടും നടന്നു പോവാം. അപ്പൊ ഞങ്ങൾ നടന്ന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. ഇവിടെ കൂടുതലും കപ്പിൾസ് ഒക്കെ വന്ന് പല പല മൂലയിലൊക്കെ ഇരിക്കണ കാണാം. നല്ല കപ്പിൾസ് അടിക്കാൻ പറ്റിയ നല്ല കിണ്ണ സ്പോട്ടാണ്. കപ്പിൾ അടിക്കാൻ പറ്റിയ നല്ല കിണ്ണ സ്പോട്ടാണിത്. ഈ ഒരു സ്പോട്ടില് ഒരുപാട് കപ്പിൾസൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാണാനായിട്ടും നമ്മുടെ മറ്റേ ഇവരൊക്കെ തന്നെ ഒക്കെ വന്ന് ഇവിടെ ഇപ്പുണ്ടായിരുന്നു. ഫോറിനേഴ്സൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വൈകുന്നേരം ഇല്ലേ അവിടെ നിന്നൊരു അസ്തമയം കാണാൻ കഴിച്ചു. അത് കിണ്ണ സാധനം ഉണ്ടാവും. കിണ്ണം വ്യൂ. വേറൊരു എന്താ പറയാ, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രകൃതിയൊക്കെ നമുക്ക് ആസ്വദിക്കാന്ന് പറയല്ലേ. ആ മൂഡില് നമുക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന വ്യൂവാ. എനിക്കിത് കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവൂലേ ഇതൊരു എന്താണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷെ നാച്ചുറലി പ്രകൃതി ഇതൊക്കെ എന്ത് ചെയ്യാൻ. കമ്മട്ടി ഗൈസ്. ഈ കമ്മട്ടി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണത്? അയ്യോ, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വെള്ളത്തിലേക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കായിരുന്നു. പക്ഷെ ഒരു വെള്ളമില്ലാണ്ടായിപ്പോയി. ഈ റോഡ് നീണ്ടു കിടക്കണ കണ്ട. ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു ഭംഗി ഗൈസ്. എവിടെ ഒരു വെള്ളം കിടപ്പുണ്ട് ഗൈസ്. ഇതിനൊന്നല്ല, എന്താണ് ഞാൻ പറയാ, ആരും കാണാത്ത അൺറേറ്റഡ് കടമക്കുടി ഗൈസ്. നല്ല രസം. എണീറ്റ് കഴിഞ്ഞാൽ കുറെ നടക്കാട്ടാ. നടക്കാൻ പറ്റിയ നല്ലൊരു ശാന്തത പിടിച്ച സ്ഥലം. ശാന്തത എന്ന് പറഞ്ഞാൽ അമ്മാതിരി ശാന്തത. ഞാൻ വേണമെങ്കിൽ കിളിയുള്ള സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകൊണ്ടാന്ന് അറിയാൻ പറയാം. നമ്മളൊന്ന് മ്യൂട്ടായിട്ട് ഇന്ന് കാണിച്ചു തരാം ഗൈസ്. മ്യൂട്ടായിട്ട് ഇരുന്നപ്പോ ഞാൻ തന്നെ ഇവിടെ നിന്ന് പോണു കേട്ടാ. ഇവിടെ നല്ല രസം. നല്ല കാറ്റൊക്കെ അടിച്ചിട്ടില്ലേ. നല്ലൊരു തണുത്ത കാറ്റുകൾ നമ്മുടെ മേത്തോട്ട് അടിക്കുന്നുണ്ട്. അതൊന്നും കൊള്ളാട്ടാ. അതെനിക്ക് ഇഷ്ടപ്പെട്ട നല്ല രസമായിട്ടാ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ മ്യൂട്ടായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ നിന്ന് പോണു കഴിച്ചു. നല്ല ഇതെന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണെന്ന് തോന്നുന്നത്. കണ്ടങ്ങളാണെന്ന് തോന്നല്ലേ. ചാലാണ് ഇത്. ചാലാണോ ഇപ്പുറത്ത് ചാലാണെന്ന് തോന്നുന്നു.
അവിടെ ചാലെന്ന് പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെ വീടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. വിളിച്ചാ ചിലപ്പോ നിങ്ങളൊക്കെ ഒരുപാട് മീനൊക്കെ ഉണ്ടാവും കൂട്ടാണ്. ആരും വന്ന് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ അവര് വെട്ടും നിങ്ങളെയൊക്കെ. എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ചോദിച്ചിട്ടൊക്കെ ഒന്ന് ചൂണ്ടിടണമെങ്കിൽ ചോദിച്ചിട്ട് വന്നിട്ട് ചൂണ്ടിടുക. ഇത് പക്ഷേ ഇത് ചാലല്ലേ ഇവിടെ. ഇപ്പുറത്ത് എന്ത് വേണേലും കാണിക്കാൻ തോന്നുന്നു. കൊക്കൊക്കെ പിടിച്ചിട്ടുണ്ട് മീൻ നമുക്ക് അവകാശപ്പെട്ടാ. അപ്പൊ നേരെ ഇങ്ങനെ നടന്ന് അറ്റമുണ്ട് ഇവിടെ നിന്ന് അങ്ങ് ആറ്റം പോയി. അവിടെ നിന്ന് നേരെ ഇനി ആറ്റം പോണം. ആറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഉണ്ട് ഗൈസ്. ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്നൊക്കെ പോവാട്ടോ ആൾക്കാർക്ക് എല്ലാവർക്കും. ഇവിടെയൊക്കെ കപ്പളൊക്കെ അടിച്ച് ഇവിടെയൊക്കെ നോക്കി കണ്ടൊക്കെ ഇരിക്കാൻ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ എന്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഗൈസ്. സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് സന്ദർശകരുടെ സമയം രാവിലെ 5 മണി മുതൽ 7 മണി വരെ അല്ലേ. 7 മണി വരെ അല്ലേ ഇടാ. പുകവലി മദ്യപാനമൊക്കെ പറ്റൂല. പ്ലാസ്റ്റിക് ഒന്നും ഇടല്ലോ ഇവിടെ ആരും. അന്യകൃതമായി ആരും പ്രവേശിക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇടിച്ച് കയറിയ ഇടിച്ച് പരിപാടി കഴിക്കുമെന്ന് പറയണ. അതിനെ നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് ഗൈസ്. നമ്മുടെ നാടാണ് ഗൈസ്. നിങ്ങൾ എന്തിട്ടും എന്റെ പേര് പറഞ്ഞാൽ മതി. അയ്യോ ഒക്കെ ആരൊന്നും പറയലും അത് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പതിക്കാൻ പോയിക്കോണ്ട. അത്ര പറയാനുള്ളു. കിളി നിക്കണണ്ട അതിനെ കാണാൻ പറ്റോണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും. ഒരു കുഞ്ഞു കിളി. എന്റെ ചെറിയത് എന്ത് ക്യൂട്ടാണെന്നറിയോ. നിങ്ങൾക്കത് ക്ലിയർ ആവണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അടക്കട അത്ര പോലും ഇല്ലെന്ന് തോന്നട്ടാ. ഉണ്ടോ നമ്മളെ കണ്ട പറന്നുപോയി. നമ്മളെ കണ്ടപ്പോ ആ സാധനം പറന്നുപോയി ഗൈസ്. പണി പാളിയിട്ടുണ്ടാ. നമ്മള് ചില്ലറ നടപ്പല്ലേ നടന്ന് വന്നേക്കണ. കുറച്ചധികം ഉണ്ട് ഇവിടെ കൂടി. ഇവിടെ നിന്ന് അറ്റത്ത് ഈ അറ്റം വരെ നടക്കാം. ചങ്ങരം ഞാൻ ഗൈസ്. ചങ്ങരത്തിന്റെ ഒരു ബോർഡ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരുപാട് കുളം. വെൽക്കം ടു ചങ്ങരം ഇങ്ങനെ ഒരു ബോർഡും ഉണ്ട്. ഹലോ അവിടെ ഒരു ഹായ് പറഞ്ഞിട്ട് പോടാ. ഹായ്. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് നടക്കണ കേട്ടാ. നടന്ന് ഞങ്ങൾ മടുത്ത് ഗൈസ്. അത്യാവശ്യം കുറെ നടക്കാനുണ്ട്. അവിടെ ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നണേ. ഹോട്ടലിലേക്കാണ് ഈ ഒരു സാധനം ഇല്ലേ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള കുറച്ച് കണ്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് കാണുന്നത്. പൂവൊക്കെ ഉണ്ടല്ലോ. കുറെ പൂ കുറെ സാധനങ്ങളൊക്കെ ചിത്രശലഭങ്ങളൊക്കെ ഇങ്ങനെ ചിത്രശലഭങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. ഇതൊക്കെ മൊത്തം ശരിയായിക്കൂടൊന്നുമില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ കാണുമെന്ന് തോന്നുന്നു. കുറെ ഉണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം ഇവിടെ ഒരുപാട് കിളികളും ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നടപ്പുണ്ട് ഇങ്ങനത്തെ കിളികളൊക്കെ. കളർ ഇങ്ങനത്തെയാണെന്ന് ഞാൻ അടുത്ത് പോയി നോക്കിയില്ല. എന്നാലും കിളികളൊക്കെ ഉണ്ട് കേട്ടാ. ഇത് അങ്ങനെ ഒരു കുറെ കിളികളുണ്ട്. പൂവൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ പൂ കാണാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കവറൊക്കെ ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ നല്ല. ഇത് എന്ത് പൂവാണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോ അടഞ്ഞു കിടക്കണേ. ഇതിന് ഓപ്പൺ ആവുമെന്ന് എനിക്ക് തോന്നണം. ആ ഒരു നേരെ പോകുന്നതിന് ഇത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ചുരുങ്ങിയിട്ടൊന്നും ഇല്ല. അതും എനിക്ക് തോന്നണ വാടിപ്പോയാണെന്നോ. വാടിപ്പോയല്ല, ഇത് പാവം നല്ല വാടി കിടക്കണായിരിക്കും ഒരു സമയത്ത്. അപ്പുറത്തുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടാ. ഒരുപാടുണ്ട്. എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയാൻ പോലെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാ പേരെങ്കിലും അറിയായിരുന്നു. എന്റെ ഇവിടെ എന്റെ കാണിക്കുന്ന ഒരുപാട് മഞ്ഞ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതെനിക്കറിയാം. ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കുഞ്ഞിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒന്നും കാണാനില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴും ഇവിടെയൊക്കെ ഇപ്പം ഈ കാലത്തും. പിന്നെ ഇവിടെ വേറെ ചെടികളെന്ന് പറയാനായിട്ട് അങ്ങോട്ട് ആ മറ്റേ സാധനം സെയിം സാധനം ഒരുപാടുണ്ട്. അതെ ഇവിടെ ഒരു കുഞ്ഞു സാധനം ഉണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ അങ്ങനെ കാണാറില്ലാത്ത ചെടികളാണ് ഇതൊക്കെ. കൃഷി വ്ളോഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയല്ല, നിങ്ങൾക്ക് പ്രകൃതിയൊക്കെ ഒന്ന് കാണണ്ടേ. അയാള് ആ സ്കാനിങ് ചെയ്ത് കാണിച്ചപ്പോ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ കുറെ കിളികൾ കണ്ടാ. എന്നത്തെ കാണിച്ച കുറെ കിളികളൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ കുഞ്ഞിക്കിളി. കുഞ്ഞിക്കിളി നല്ല കുഞ്ഞിക്കിളി ഉണ്ട്. നല്ല ഭംഗിയാ. എന്തായാലും ഞാനിനി എന്റെ ഷോർട്സ് തുടങ്ങട്ടെ കാഴ്ച. ചേട്ടൻ വല വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ച. കിട്ടില്ല അല്ലെങ്കിൽ കിട്ടോണ്ടാ.
വീശ കിട്ടി കിട്ടിയ നീ കിട്ടിക്കാണോ അത് നിന്നെ കിട്ടിക്കാണോ ഇത്ര ഇടന്നു അവിടെ ചേട്ടന്മാർക്ക് നല്ല പിലോപ്പികൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അവിടെ കാണിച്ചു തരാൻ. ഇവിടെ നല്ല ഉഗ്രം കുറെ മീനുകൾ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവര്. ഇത് കണ്ടില്ലേ രാവിലെ ഉണങ്ങിയ പണിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു മീനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. ഇത് പിലോപ്പിയല്ലേ ഏട്ടാ? പിലോപ്പിയ ഇത് ഭയങ്കര വലുതന്നെ. ഇത് ചാലാണ് കേട്ടോ ഇത്. ആ പേര് ഷൈജൻ. ചേട്ടൻ്റെ പേരെന്താട്ടാ? സാറാൻ. രണ്ടേട്ടാ അപ്പൊ ഓക്കെ ഏട്ടാ ഞങ്ങൾ പോണ്. ആ ഓക്കെ ആ ഓക്കെ ചേട്ടാ പോണ്ട കിട്ടിയാ നന്മയുള്ള നല്ല ചേട്ടന്മാരാണ് കഴിച്ചത്. നല്ല സ്നേഹമായിരുന്നു കേട്ടോ അവർക്ക്. അവർ നമ്മളെ ചെല്ലാലക്കാരാണ് കേട്ടാ. അവരുടെ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കുറെ മീനൊക്കെ കിട്ടി. പിന്നെ ഇല്ലാണ്ട് പോണതിന് മുമ്പ് ഒരു ചായ കുടിക്കാൻ പോണം. നേരെ പോയി ചായ കുടിക്കാൻ കഴിച്ച് ചായക്കടയിലായിട്ട് ഓക്കെ സ്ഥിരം ചായ കുടിക്കുന്ന സ്ഥലത്ത് ചായ കുടിക്കാൻ പോകുന്നു. നമ്മുടെ ചേച്ചിമാരോട് രണ്ട് ചായ പറഞ്ഞിട്ടുണ്ട്. അത് സ്ഥിരം പോകേണ്ടതെന്ന് കേട്ടോ. ഇപ്പൊ പോകേണ്ടതെന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര ഇഷ്ടം. ഒരു വട്ടം ഞങ്ങൾ ഈ റൂട്ടിൽ ചെല്ലാനത്ത് പോയപ്പോ ചായ കുടിക്കാൻ കയറിയ. പിന്നെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് കടയിൽ പോയിരിക്കുന്നത്. എപ്പോൾ തന്നെ ഇവിടുത്തെ ചായ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ചായ വരട്ടെ. ചായയും പോകണ്ടേയും കാണിച്ചു തരാം. അത് പക്ഷേ അങ്ങനെയുണ്ട്. ഇന്നത്തെ മോളിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങിന് അധികം വേവ് പിടിച്ചില്ല. ഉരുളക്കിഴങ്ങ് കുറച്ച് വേകാനുണ്ട് കഴിച്ച്. ഇന്നത്തെ മോളിൽ അത്ര സുഖമില്ല. എന്നാലും കൊള്ളാം. എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം. ചായ നൂറ് കഴിഞ്ഞപ്പോൾ ചായ വന്നിട്ട് ബോണ്ടേ കഴിച്ചു. ഈ ചെറിയ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ നല്ല എനിക്ക് സ്മാർട്ടാണ് ഗൈസ്. അപ്പൊ എന്നോട് എല്ലാവരും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ കൂടി ഞെക്കിക്കോ.